സോ എവിടെ ഇടുക, സോ ദാറ്റ് എവിടെ ഇടുക ഇംഗ്ലീഷ് ഭാഷയിൽ? ഇതിന്റെ രണ്ടിന്റെ മലയാളം എന്താ? സോ എന്ന് വെച്ചാ അതുകൊണ്ട്. അവള് നന്നായിട്ട് പഠിച്ചു, അതുകൊണ്ട് അവള് പാസ്സായി. ഷീ സ്റ്റഡീഡ് വെൽ, സോ ഷീ പാസ് ദ എക്സാം ആണേ. എവിടെ സോ ദാറ്റ് ഇടുക? ഷീ സ്റ്റഡീഡ് വെൽ, സോ ദാറ്റ് ഷീ കുഡ് പാസ് ദ എക്സാമിനേഷൻ. എവിടെയാണോ വ്യത്യാസം വന്നത്? രണ്ടിന്റെയും മലയാള അർത്ഥം അതുകൊണ്ട് തന്നെ. പക്ഷേ സോ ദാറ്റ് ഷീ കുഡ്, മോഡൽ ഓക്സിലറീസ് ഇടുന്നിടത്ത് മാത്രം സോ ദാറ്റ്. അവൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞു. മറ്റേതവൾ പരീക്ഷ എഴുതി. അതിനകത്ത് വില്ല് വുഡ്, ഷാല് ഷുഡ്, ക്യാന് കുഡ് ഒന്നും വന്നില്ല. വില്ല് വുഡ്, ഷാല് ഷുഡ്, ക്യാന് കുഡ്, മേ മൈറ്റ് എന്നൊക്കെ പറയുന്ന മോഡൽ ഓക്സിലറീസ് സോ ദാറ്റ് കഴിഞ്ഞിട്ട് ഇട്ടിരിക്കണം. മനസ്സിലായോ? അതൊന്നും ഇല്ലെങ്കിൽ വെറും സോ മതി. വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. പഠിക്കണമെങ്കിൽ അടിപൊളിയായിട്ട് കേട്ടോ വരും. യോ വെൽക്കം. ഈ കുറച്ച് ഗ്രാമർ പഠിക്കുമ്പോഴേ ഭംഗിയോട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി, പറ്റത്തില്ല. ഓരോ സന്ദർഭങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. അതിന് എങ്ങനെ എന്ത് പറയണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഒരു മോഡലിലൂടെ നിങ്ങൾ അത് പഠിപ്പിച്ച് പറയിപ്പിക്കും. മനസ്സിലായോ? 175 തൊട്ട് 500 വരെയുള്ള ടോപ്പിക്സ് അങ്ങനെ പറഞ്ഞ് ശീലിക്കണം. വെൽക്കം. താങ്ക് യു സോ മച്ച്.